പാർട്ടിയുടെ ദീർഘകാലം പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറും അതിനുശേഷം 2 പ്രാവശ്യം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായി ഇപ്പോൾ നമ്മുടെ AITUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി TU രംഗത്തും പ്രവർത്തിക്കുന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണാസുഖത്തെ തുടർന്ന് സംഭവിച്ചത്. ഈ നിര്യാണത്തെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെല്ലാം പാർട്ടി വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹം SF കാലഘട്ടം മുതൽ ഈ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ചു പോകുന്ന സഖാവാണ്. അത് കഴിഞ്ഞ് YF-ഉം അത് കഴിഞ്ഞ് പാർട്ടിയും ട്രേഡ് യൂണിയനും 2 പ്രാവശ്യം പറവൂരിൻ്റെ MLA-യുമായി ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തോടുള്ള ആദരവും ബഹുമാനവും എല്ലാം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. ഇന്ന് രാവിലെ 6:45 അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിക്കുന്നത്. റെനൈ മെഡിസിനിൽ തന്നെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. നാളെ രാവിലെ നേതാക്കന്മാർക്കും മറ്റുള്ളവർക്കും എല്ലാം വരാനുള്ള ക്രമീകരണങ്ങൾ കണക്കാക്കിക്കൊണ്ട് നാളെ രാവിലെ 8 മണിക്ക് റെനൈ സിറ്റിയിൽ നിന്നും ഭൗതിക ശരീരം ഏറ്റുവാങ്ങി വിലാപയാത്രയായി നാളെ ഒരു 9 മണിയോടുകൂടി പറവൂർ ടൗൺ ഹാളിൽ എത്തിച്ചേരും. പറവൂർ ടൗൺ ഹാളിൽ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന 11 മണി വരെയുള്ള സമയം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വേണ്ടിയുള്ള സമയം അനുവദിക്കും. അതിനുശേഷം ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും. 4 മണിയോടുകൂടി ശവസംസ്കാര ചടങ്ങ് പൂർത്തീകരിക്കണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണി. വൈകാതിന് ശേഷം അനുശോചന യോഗം പറവൂരിൽ ടൗണിൽ അനുശോചന യോഗം നടക്കും. വീട്ടിൽ കിടന്ന സമയത്തും നേരത്തെയും അതായത് ദീർഘനാളായി കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. 4 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് ആശുപത്രിയുള്ള സമയത്തും ഞങ്ങൾ പോയി കാണുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സമയത്ത് ICUലായിരുന്നു കൂടുതൽ സമയം. ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാരുമായി ഞങ്ങൾ അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെയാണ് പെട്ടെന്നുള്ളൊരു മരണത്തിലേക്ക് പോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കാൻ ഒരു വിവരം അറിഞ്ഞത്.